നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ദീക്ഷയുടെ തിരക്കാണ്, പിന്നെ ഹീലിങ്ങിൻ്റെ ഒക്കെ തിരക്കാണ്. നമ്മൾ അക്ഷയ തൃതീയ ദിനത്തിൽ ഒരു ഗ്രൂപ്പ് ഹീലിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കുറേ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് കുറഞ്ഞു പോകുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വീഡിയോസ് ഇനി ചെയ്യുന്നില്ലേ എന്നൊക്കെ. വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യും. സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്, അത്രയും തിരക്കിലായതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തത്. വേറൊന്നുമല്ല, നമ്മൾ ജനുവരിയിൽ ഒരു ഗ്രൂപ്പ് ഹീലിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കർമ്മ ക്ലിയറിംഗ് ആൻഡ് ഫോർഗിവ്നെസ് ഹീലിംഗ് മെഡിറ്റേഷനാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മെമ്പേഴ്സ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോർ ദാൻ 700 അടുത്തോളം നമുക്ക് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ആളുകൾ ആ ഗ്രൂപ്പ് ഹീലിങ്ങിൽ വന്നിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തതും ആ ഒരു ഗ്രൂപ്പ് ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. ഈവൻ ഇപ്പോഴും, അതായത് ജനുവരി കഴിഞ്ഞ് ഇപ്പം മെയ് പകുതിയായിട്ടും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അത് സെയിം ഗ്രൂപ്പ് ഹീലിംഗ് ഒന്നുകൂടെ കണ്ടക്ട് ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും പ്രശ്നം അറിയാലോ, അവരുടെ സാമ്പത്തികമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അവരുടെ ലൈഫിൽ വരുന്ന പല പ്രശ്നങ്ങളും, ഏത് പ്രശ്നം, അസുഖമാണെങ്കിലും എല്ലാം നമ്മുടെ കർമ്മ റിലേറ്റഡ് ആണ്. പിന്നെ പലർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ റിലേഷൻഷിപ്പാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, കരിയറിൽ ബേസ്ഡായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. സോ പഴയതുപോലെ തന്നെ, അതായത് ജനുവരിയിൽ എങ്ങനെയാണോ കണ്ടക്ട് ചെയ്തത് അതേപോലെ തന്നെ ഒന്നും കൂടെ സെയിം ഗ്രൂപ്പ് ഹീലിംഗ് ഞാൻ കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മെയ്യിലല്ല, ജൂണിലാണ്. കാരണം നമ്മുടെ മണിരേഖയുടെ ഗ്രൂപ്പ് ഹീലിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ തിരക്കൊന്ന് കഴിഞ്ഞ് ഞാനൊന്ന് ശ്വാസം വിടുന്നേ ഉള്ളൂ എന്ന് തന്നെ പറയാം. കാരണം അത്രയും തിരക്കായിരുന്നു. 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് വേറെ ഹീലിംഗ് ഒന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ജൂണിലാണ് ഉണ്ടാവുക. ജൂൺ 1-ാം തീയതി തൊട്ടിട്ടാണ് കർമ്മ ക്ലിയറിങ്ങിൻ്റെ ഗ്രൂപ്പ് ഹീലിംഗ് ആരംഭിക്കുന്നത്. എപ്പോഴത്തെ എഴുതും പോലെ തന്നെ ടൈമിംഗ് ഇല്ല. അതായത് രാത്രി 10 മണിക്കാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്. കാരണം എൻ്റെ മെജോറിറ്റി ക്ലയൻസ് എന്ന് പറയുന്നത് അബ്രോഡിലാണ്. സോ എല്ലാവർക്കും കൂടെ അത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പ്രോഗ്രാം ചെയ്ത് തരുന്നത്. അതായത് രാത്രി 10 മണിക്ക് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 21 ദിവസം തന്നെ നീണ്ടു നിൽക്കുന്ന ഗ്രൂപ്പ് ഹീലിംഗ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് പങ്കെടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റില്ല. പ്രഗ്നൻ്റ് ലേഡീസിന് ഗ്രൂപ്പ് ഹീലിംഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതല്ല. ഈ ഒരു 2 കാറ്റഗറി മാത്രമേ മാറ്റി നിർത്തുന്നുള്ളൂ. ബാക്കി സ്ത്രീകളാണെങ്കിലും പുരുഷരാണെങ്കിലും നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഈവൻ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കർമ്മ ക്ലിയറിങ്ങിൻ്റെ ഗ്രൂപ്പ് ഹീലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. കുറേ പേർക്കൊരു സംശയമുള്ളത്, റേക്കി പഠിച്ചവർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, റേക്കി പഠിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് ഹീലിംഗ് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല, മറ്റൊരു സംശയം എൻ്റെ അടുത്ത് ചോദിച്ചത്, ഞാനൊരു ഓഡിയോ മെഡിറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഹീലിംഗ് മെഡിറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും പേരെ ഹ്യൂജായിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഇരുത്തി ഇപ്പോൾ ഒരു സൂമിലൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വോയിസ് ത്രൂ ആണ് ഹീലിംഗ് മെഡിറ്റേഷൻ കൊടുക്കുന്നത്. സോ കുറേ പേരുടെ സംശയം എന്ന് പറയുന്നത് 21 ദിവസം 21 ഓഡിയോ ആണോ അയക്കുന്നതാണ്. അങ്ങനെയല്ല, ഒരേ ഓഡിയോ തന്നെ നമ്മൾ 21 ഡേയ്സ് നിങ്ങൾ കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അതിലും ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തിനാണ് 21 ദിവസം സെയിം ഓഡിയോ തന്നെ കേൾക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്, സയൻറ്റിഫിക്കലി തന്നെ പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 21 ഡേയ്സ് കൊടുക്കുമ്പോഴാണ് ഈ ചെയ്യുന്നൊരു ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പാറ്റേണിൽ ചേഞ്ചസ് വരികയും നിങ്ങളുടെ സോൾ ലെവലിൽ മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നത്. അതിനാണ് സെയിം ഓഡിയോ മെഡിറ്റേഷൻ തന്നെ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എനിക്കറിയാം. കുറേയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അതായത് പഥ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നോൺ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല.
ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടോ, സ്മോക്ക് ചെയ്യുന്നുണ്ടോ, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടോ പ്രശ്നമില്ല, പീരീഡ്സ് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ച മറ്റൊരു ചോദ്യം, ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് ഈ ഒരു ഹീലിംഗ് മെഡിറ്റേഷൻ ഒരേ ദിവസം തന്നെ അറ്റൻഡ് ചെയ്യാമോ എന്നുള്ളതാണ്. എൻ്റെ പേഴ്സണലിയുള്ള അഭിപ്രായത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരുപാട് തവണ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ബ്രെയിനിലേക്കൊരു ഒരു കാര്യം ഇങ്ങനെ നിരന്തരം കൊടുത്ത് ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ഹീലിംഗ് എന്ന രീതിയിൽ ചെയ്യുന്നതന്നെ ധാരാളമാണ്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് 1-2 ദിവസമൊക്കെ ബ്രേക്ക് ആയി പോയിട്ടുണ്ട്, കഴിയുന്നത്ര ബ്രേക്ക് ആവാതെ നോക്കണം. ആ ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കഴിയുന്നത്ര ബ്രേക്ക് ആവാതെ നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഒഫീഷ്യൽ നമ്പറാണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ജൂൺ 1 തീയതി രാത്രി 10 മണി തൊട്ടിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഹീലിംഗ് ആരംഭിക്കുന്നത്. കർമ്മ ക്ലിയറിംഗ് ആൻഡ് ഫോർഗിവ്നെസ് ഹീലിംഗ് മെഡിറ്റേഷൻ. താങ്ക് യു.